ഹായ് ഓൾ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. സോ മക്കളെ, നമ്മുടെ ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വിക്ക് റിവിഷൻ പോലെയാണ്. ഓക്കെ, നമ്മൾ ഈ റിവിഷനിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ക്ലാസ് കണ്ടു, പഠിച്ചു, പക്ഷേ നമ്മുടെ ശരിക്കുമുള്ള എഫേർട്ട് വരേണ്ടത് നമ്മുടെ ഈ ഒരു റിവിഷൻ ടൈമിലാണ്. വൈ? ബിക്കോസ് FM എടുക്കുവാണെങ്കിൽ പേപ്പർ നമ്പർ 11, അതായത് മൂന്നാമത്തെ എക്സാം സെക്കൻഡ് ഗ്രൂപ്പിൽ. അതായത് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 1.5 ദിവസമേ കിട്ടത്തുള്ളൂ. ഉച്ച കഴിഞ്ഞായിരിക്കുമല്ലോ എക്സാം. സോ അത് കഴിഞ്ഞിട്ട് എന്താണ്, വൈകിട്ട് അന്നത്തെ ദിവസം വൈകിട്ട് കുറച്ച് സമയം കിട്ടും. പിന്നെ നെക്സ്റ്റ് ഒരു ഫുൾ ഡേ കിട്ടും. ദെൻ അടുത്ത ദിവസം ഉച്ച വരെ കിട്ടും. ഓക്കെ, സോ എക്സാം കഴിഞ്ഞ ദിവസം എന്തായാലും കാര്യമായിട്ട് നമുക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ല. ഈ ഒരു ചുരുക്കം സമയം, ഇനി ബോത്ത് ഗ്രൂപ്പ് ഇടുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, ജസ്റ്റ് ആ എക്സാമിൻ്റെ തലേദിവസം മാത്രമേ കിട്ടത്തുള്ളൂ. സോ ഇത്രയും സമയത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് എല്ലാ കോൺസെപ്റ്റ്സും നോക്കിത്തീരാൻ പറ്റും? ഒരിക്കലും നമുക്കത് മൊത്തത്തിൽ കവർ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായ കാര്യമാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് സ്മാർട്ട് വർക്കാണ്. നമുക്കിപ്പോൾ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നേന്നിരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിൻ്റെ ഒരു ക്വിക്കായിട്ട് എങ്ങനെ റിവൈസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇതുപോലത്തെ സെഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഓക്കെ, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനകത്തെ എല്ലാ മെത്തേഡ്സിനെയും നമുക്ക് എങ്ങനെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം, ഇതാണ് നമ്മുടെ അജണ്ട. സോ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്കിത് ഫുള്ള് തീർക്കാം. അപ്പം നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ ഇലിസ്ട്രേഷൻ നമ്പർ 13. ഓക്കെ, വേറെ എഡിഷൻ ആണെങ്കിൽ കുഴപ്പമില്ല, അതാ നോക്കിക്കോ. എ ലിമിറ്റഡ് കമ്പനി ഈസ് കൺസിഡറിങ് ഇൻവെസ്റ്റിംഗ് ഇൻ എ പ്രോജക്റ്റ് റിക്വയറിംഗ് എ ക്യാപിറ്റൽ ഔട്ട്ലേ ഓഫ് 2 lakh. ഫോർകാസ്റ്റ് ഫോർ ദി ആനുവൽ ഇൻകം ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ബട്ട് ബിഫോർ ടാക്സ് ഈസ് ആസ് ഫോളോസ്. ഒരു കമ്പനി ഉണ്ട്, അവർക്കൊരു പ്രൊജക്റ്റ് വേണം. ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അവരുടെ ഇനീഷ്യൽ ഔട്ട്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വരുന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 lakh ആണ്. ആ പ്രൊജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം വരുന്ന 5 വർഷത്തേക്കുള്ള അവരുടെ ഇൻകം ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ബിഫോർ ടാക്സ്. ഓക്കെ, ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് ടാക്സിന് മുന്നേ ഉള്ള എമൗണ്ട് ആണ് ഇവിടെ തന്നേക്കുന്നത്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ആൻഡ് ഫിഫ്ത്ത് ഇയർ. Depreciation may be taken at 20% on the original cost and taxation at 50% of net income. You are required to evaluate the project according to each of the following methods: payback period, rate of return on original investment, rate of return on average investment, discounted cash flow method taking cost of capital as 10%, net present value index method and internal rate of return method. നമ്മുടെ എല്ലാ മെത്തേഡ്സും ഉണ്ട്. സോ റിവിഷൻ, നമ്മുടെ കോൺസെപ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മതി. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സോ എഴുതുക. ഇലിസ്ട്രേഷൻ നമ്പർ 13. ഫസ്റ്റ് നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മൾ ഏത് ക്വസ്റ്റ്യനും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, എന്താണ്, നമ്മുടെ ഡേറ്റ എഴുതി വെക്കുക. സോ initial cash requirement, rupees 2 lakh. ഓക്കെ, ബാക്കി ഡേറ്റ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? തന്നിരിക്കുന്നത് ക്യാഷ് ഫ്ലോ അല്ല, തന്നിരിക്കുന്നത് എന്താണ്, ഇൻകം ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ബിഫോർ ടാക്സാ. ഇൻട്രസ്റ്റിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇൻട്രസ്റ്റ് എന്താണ്, ഇവിടെ ഇല്ലെന്ന് സങ്കല്പിക്കുക. ദെൻ ഡിപ്രിസിയേഷൻ അറ്റ് 20%, ടാക്സ് അറ്റ് 50%. ഡിപ്രിസിയേഷൻ അറ്റ് 20%, ടാക്സ് അറ്റ് 50%. ഓക്കെ, സോ നമ്മൾ ഓരോ മെത്തേഡും വെച്ച് നമ്മൾ ചെയ്യണം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്,
സോ ഫസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബഡ്ജറ്റിങ്ങിൽ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്, പ്രോഫിറ്റ് അല്ല, നേരെ മറിച്ച് ക്യാഷ് ഫ്ലോസ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. ക്യാഷ് ഫ്ലോസ് എങ്ങനെയാണ് വരുന്നത്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്ലസ് ഡിപ്രിസിയേഷൻ. ഓക്കെ, അതിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ക്യാഷ് ഫ്ലോ കിട്ടുന്നത്. സോ ഇവിടെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറയുന്നില്ല. ശരി, ഇപ്പം നമുക്ക് ചെയ്യാം. അതിനു മുന്നേ ഒരു കാര്യം കൂടെ, ക്യാഷ് ഫ്ലോസ് എത്ര തരത്തിലുണ്ട്? ക്യാഷ് ഫ്ലോസ് ഞാൻ പറഞ്ഞു 3 തരത്തിലാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ 3 തരത്തിലുള്ള ക്യാഷ് ഫ്ലോസ്? ഒന്ന്, ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ. നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകർ ആകുന്ന ക്യാഷ് ഫ്ലോസ് ആണ് ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2, സബ്സിക്വൻറ്റ് ക്യാഷ് ഫ്ലോസ്. അതായത് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അത് അവസാനിക്കുന്നതിന് മുന്നേ ഉള്ള അതിൻ്റെ ഇടയിൽ വരുന്ന ക്യാഷ് ഫ്ലോസ്. അതായത് എന്താണ്, പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പ്രൊജക്റ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ആണ് അത് സബ്സിക്വൻറ്റ് ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ടെർമിനൽ ക്യാഷ് ഫ്ലോ. അതായത് പ്രൊജക്റ്റ് അവസാനിക്കുന്ന മൊമെൻറ്റിൽ ഉണ്ടാകുന്ന ക്യാഷ് ഫ്ലോ ആണ് ടെർമിനൽ ക്യാഷ് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അത് യൂഷ്വലി എന്താണ്, ഇൻഫ്ലോ ആണ് നമുക്ക് കിട്ടാറ്. കാര്യം എന്താ, നമുക്ക് ആ സമയത്ത് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്കവറി വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് വേറെ ചില റിക്കവറി ഓഫ് ക്യാപിറ്റലും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. നമുക്ക് സാൽവേജ് വാല്യൂ കിട്ടാറുണ്ട്. സോ ഇതൊക്കെ എന്താണ്, നമ്മൾ ലാസ്റ്റ് ഇയറിലെ ഇതിൻ്റെ കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ അപ്പം നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഇയർ 1 2 3 4 5. നമുക്കപ്പം ഒന്ന് എഴുതി വെക്കാം. ഫസ്റ്റ് ഇത് ഇയർ ഈ തന്നിരിക്കുന്ന സാധനം എന്തുവാണ്? ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ബിഫോർ ടാക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് PBT ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. 1 1 80 80 40. ഓക്കെ, സോ ഇതിനെ നമ്മൾ ക്യാഷ് ഫ്ലോ ആക്കാൻ പോവാണ്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ ഇനി എന്തോ കുറയ്ക്കണം? ടാക്സ് അറ്റ് 50%. %50 എന്ന് പറയുമ്പോൾ എന്താ, പ്രോഫിറ്റ് ബിഫോർ ടാക്സിൻ്റെ പാതി വരും. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്തോ കിട്ടും? ബാക്കി പാതി. ഡിപ്രിസിയേഷനെ പറ്റി എന്താ പറഞ്ഞേക്കുന്നത്? %20 ഓൺ ഒറിജിനൽ കോസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വിച്ച് മീൻസ് നമ്മുടെ SLM. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മുടെ ഡിപ്രിസിയേഷൻ എന്തായിരിക്കും? 20% ഓൺ ഒറിജിനൽ കോസ്റ്റ്. അതായത് നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാ? ഇറ്റ് ഈസ് 2 lakhന്റെ 20% is equal to 40,000. അപ്പോൾ ഡിപ്രിസിയേഷൻ എല്ലാ വർഷവും 40,000 തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലോ ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റിനെയും കൂടെ നമ്മൾ എന്തോ ചെയ്തേനെ, നമ്മൾ ആഡ് ബാക്ക് ചെയ്തേനെ. ഓക്കെ,
ഇവിടെ ഇൻട്രസ്റ്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. സോ CFAT, ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്, ഇവിടെ എന്താ വരും? 1000 and 60,000. സോ ഇങ്ങനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കുന്നത്. സോ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ആദ്യം എന്താണ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ നോർമൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് ഓരോരോ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ എന്തോരം മെത്തേഡ്സ് ഉണ്ട്? ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്, മോഡേൺ മെത്തേഡ്സ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡ്സിൽ ടൈം വാല്യൂ ഓഫ് മണിയെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. മോഡേണിനകത്ത് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണീനെ നമ്മൾ കൺസിഡർ ചെയ്യും. അവിടെ നമ്മൾ എന്ത് ക്യാഷ് ഫ്ലോ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? മോഡേണിനകത്ത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സിൻ്റെ പേ ബാക്ക് പീരീഡ്, റിട്ടേൺ ഓൺ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ ഓൺ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് മൂന്നെണ്ണം എന്താണ്? ഇത് മൂന്നും ട്രഡീഷണലാണ്, ബാക്കി മൂന്നും മോഡേണാണ്. ഓക്കെ, സോ ട്രഡീഷണൽ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് വൺ പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ പോവാം. പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ഫസ്റ്റ് വേണ്ടത് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സാ, CCFAT, ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്. എന്താണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്? ക്യുമുലേറ്റീവ് എമൗണ്ട്, ഈ CFATയുടെ ക്യുമുലേറ്റീവ് എമൗണ്ട് 90,000 ഉണ്ടെങ്കിൽ അടുത്തത് ഇവിടെ ഇതിനെ കൂടെ കൂട്ടി എഴുതുക, 1,80,000. 1,80,000 പ്ലസ് 80,000, 2,60,000 പ്ലസ് 80,000, 3,40,000 പ്ലസ് 60,000, 4 lakh. ഓക്കെ, അപ്പോൾ പേ ബാക്ക് പീരീഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു മക്കളെ? നമുക്ക് ഫോർമുല നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ക്യാഷ് ഫ്ലോ യൂണിഫോം ആണെങ്കിൽ ഒരു മെത്തേഡ് ഉണ്ട്, അതായത് എന്താണ് യൂണിഫോം ക്യാഷ് ഫ്ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ CFAT. ഓക്കെ, ഇത് എല്ലാ വർഷവും CFAT സെയിം ആണെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഇതിൽ ഈ ഒരു എമൗണ്ട് കൊണ്ട് ചെയ്താൽ മതി, സെയിം എമൗണ്ട് ആണെങ്കിൽ. ഓക്കെ, ഇനി അതല്ല, ഇവിടെ സെയിം എമൗണ്ട് ആണോ? അല്ല, ഡിഫറെൻറ്റ് എമൗണ്ടാണ് വരുന്നത്. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ അതിനപ്പം LPയും HP ഉണ്ട്, ഇവിടെ ലോവർ പോയിന്റും ഹയർ പോയിന്റും ഉണ്ട്. സോ നോക്കിക്കേ, ഇവിടെ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയ 2 lakh ഏതിൻ്റെ ഇടയിലായിരിക്കും കവർ ആകാൻ പോകുന്നത്? ഇതേ നോക്കിക്കേ, ഇതിൻ്റെ ഇടയിലായിരിക്കും കവർ ആകുന്നത്. സോ 2 is the LP and 3 is the HP. അപ്പം നമ്മുടെ ഫോർമുല എങ്ങനെയാ? Payback period is equal to LP plus initial investment minus CCFAT LP whole divided by CFAT HP into HP minus LP. ഇതാണ് നമ്മുടെ പേ ബാക്ക് പീരീഡിൻ്റെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ LP എത്രയാ? 2 പ്ലസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാ? 2 lakh മൈനസ് CCFAT at LP, ഇതാണ് CCFAT അല്ലേ? CCFAT at LP എന്ന് പറയുമ്പോൾ എത്ര? 1,80,000 ബൈ CFAT at HP. CFAT at HP എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? തേർഡ് ഇയറിലെ CFAT 80,000 ഇൻറ്റു HP മൈനസ് LP 3 minus 2. Plus
20,000 by 80,000 equal to 2 plus 0.25 equal to 2.25 years അഥവാ 2 years 7 months sorry 7 അല്ല 3 months. Okay. സോ ഇങ്ങനെ വേണം നമ്മളിത് സോൾവ് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് പേ ബാക്ക് പീരീഡ്. അടുത്തത് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ARR. ARR യൂസിങ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്, ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് മെത്തേഡ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ARR നമുക്ക് കണ്ടുപിടിക്കാം. സോ അതിൻ്റെ ഫോർമുല എന്തുവാ? ആവറേജ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, സോ ആവറേജ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മുകളിൽ നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, 50, 50, 40, 40, 20. ഇതിൻ്റെ ടോട്ടൽ എടുത്തേ 50, 50, 1 lakh, 40, 40, 80, 1,80,000 പ്ലസ് 20, 2 lakh വരും അല്ലേ? ആവറേജ് പാറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? അപ്പോൾ മൊത്തം 5 വർഷമാണെങ്കിൽ 2 lakh by 5 is equal to 40,000. ഓക്കെ, ആവറേജ് പാറ്റ് ഉണ്ട്. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കറിയാം എത്രയാണ്, ക്വസ്റ്റ്യനിൽ 2 lakh തന്നിട്ടുണ്ട്. അപ്പോൾ 40,000 ബൈ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയ 2 lakh ഇൻറ്റു 100. %20. രണ്ടാമത്തേത് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അവിടെ എന്തുവാണ്? ആവറേജ് പാറ്റ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണല്ലോ നമ്മുടെ ഫോർമുല. ഇനി എന്താ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്? നമ്മുടെ ഒറിജിനൽ കോസ്റ്റ് പ്ലസ് റെസിജ്വൽ വാല്യൂ ബൈ 2. കോസ്റ്റ് നമുക്കറിയാം 2 lakh. റെസിജ്വൽ വാല്യൂ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല, ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ല. പ്ലസ് 0 ബൈ 2, 1 lakh കിട്ടും. അപ്പോൾ നമ്മുടെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ആവറേജ് ഇത് ARR കണ്ടുപിടിക്കുന്നത്? ആവറേജ് പാറ്റ് നമുക്ക് മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് 40,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 is equal to 40%. കണ്ടോ? ഓക്കെ മക്കളെ, അപ്പോൾ പേ ബാക്ക് പീരീഡും ARR നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ പെൻഡിങ് ഉള്ളത്? സോ നമുക്കിനിയുള്ളത് നമ്മുടെ മോഡേൺ മെത്തേഡ്സ് ആണല്ലേ. മോഡേൺ മെത്തേഡ്സ് അതിലെന്തൊക്കെയാണ് ചോദിക്കുന്നത്?
ഫസ്റ്റ് വൺ, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ടേക്കിംഗ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആസ് 10%. എന്താ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്? ഇത് NPV തന്നെയാണ്. ഓക്കെ, ടേക്കിംഗ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആസ് 10%. 10% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് വെച്ചിട്ട് നമ്മൾ NPV കണ്ടുപിടിക്കണം, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കണം, IRR കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം, ഓരോന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് NPV കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് ക്യാഷ് ഫ്ലോ വേണം. ക്യാഷ് ഫ്ലോ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, CFAT. ഓക്കെ, അപ്പം നമുക്ക് 4 NPV CFAT. Year 0, 1, 2, 3, 4, 5. ഇയർ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇനീഷ്യൽ ഔട്ട്ഫ്ലോ 2 lakh. അതാണ് ഇയർ 0യിലെ ക്യാഷ് ഔട്ട്ഫ്ലോ. അതുകൊണ്ട് നമ്മളതിനെ നെഗറ്റീവായിട്ട് കാണിക്കുന്നു. ദെൻ ബാക്കിയുള്ള ക്യാഷ് ഫ്ലോസ് എന്തൊക്കെയാണ്? 90, 90, 80, 80, 60. ഓക്കെ, സോ ഇനീഷ്യൽ ഔട്ട്ഫ്ലോനെ ഒന്നുകിൽ നമുക്ക് വേണ്ട ഇവിടെ ഇയർ 0 ആയിട്ടിട്ട് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം, അതല്ലെങ്കിൽ എന്താണ് ഈ 1, 2, 3, 4, 5 കണ്ടുപിടിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും ചെയ്യാം. ഇറ്റ്സ് അപ് ടു അസ്, നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, അടുത്തത് ഡിസ്കൗണ്ടിങ് ഫാക്ടർ അറ്റ് 10%. നമ്മളോട് NPV കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ 10%. ഇയർ 0യിൽ നമ്മുടെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ എന്താണ്? 1. അടുത്തത് 0.909, 0.826, 0.751, 0.683, 0.620. ഓക്കെ, അടുത്തത് എന്താണ്? ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ആഫ്റ്റർ ടാക്സ്, DCFAT. അതെന്ത് വരും? ഇവിടെ 2 lakh തന്നെ വരും. ബാക്കി 9,000 ഇൻറ്റു 0.909, 81810. $74340. Then 80,000 into 0.751, 60080. 8,000 into 0.683. And 60,000 into 0.620. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എന്തോ ചെയ്യണം? നെറ്റ് ഫിഗർ എടുക്കണം. ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടും 108070. ഓക്കെ, ഇതാണ് നമ്മുടെ NPV. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ? NPV പോസിറ്റീവ് ആണെങ്കിൽ അക്സെപ്റ്റ്, നെഗറ്റീവ് ആണെങ്കിൽ റിജക്റ്റ്, 0 ആണെങ്കിൽ നമ്മൾ അതിനെ IRR എന്ന് വിളിക്കും. ആൻഡ് വൺ മോർ തിങ്, ഈ ക്യാഷ് ഫ്ലോസ് യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ, എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ വർഷത്തെയും ചെയ്ത് തന്നെ നമുക്ക് എന്ത് വെച്ച് ചെയ്താൽ മതി? നമുക്ക് ആന്യൂറ്റി ഫാക്ടർ വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ നമ്മൾ നോർമൽ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഇട്ടാ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിഫോം ക്യാഷ് ഫ്ലോയിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ആന്യൂറ്റി ഫാക്ടർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതൊക്കെ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ പ്രോപ്പറായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ?
ഓൾ റൈറ്റ്. സോ എൻ പി വി നമുക്ക് കിട്ടി. ദെൻ അതിനു മുന്നേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ടോട്ടൽ ഒരു കാര്യം കൂട്ടുണ്ട്. ഇതാ ഇൻഫ്ലോസിൻ്റെ എല്ലാം ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 308070 എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ അടുത്ത പാർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്ത്ത് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സാണ്. അതെന്തുവാണ്? PVIF ബൈ PVOF. അതായത് നമ്മുടെ ഇൻഫ്ലോസ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് 308070 ഡിവൈഡഡ് ബൈ നമ്മുടെ ഔട്ട്ഫ്ലോസ് എത്രയാ? 2 lakh. $1.54. അത് ഗ്രേറ്റർ ദാൻ 1 ആണ്, അതുകൊണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അതിൽ നമുക്ക് പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല. ഈസി അല്ലേ മക്കളെ? നമ്മുടെ ഇൻഫ്ലോസ് ഇത്രയും 1 2 3 4 5 ആണ് നമ്മുടെ ഇൻഫ്ലോസ് വരുന്നത്. പോസിറ്റീവ് വാല്യൂസിൽ നമ്മുടെ ഇൻഫ്ലോസ് വരും, നെഗറ്റീവ് വാല്യൂസ് നമ്മുടെ ഔട്ട്ഫ്ലോസ് വരും. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. എൻ പി വിയുടെ ഫോർമുല എങ്ങനെയാണ്? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. ഓക്കെ, ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂവിൽ നിന്ന് ഔട്ട്ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എൻ പി വി കിട്ടുന്നത്. ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഔട്ട്ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ഓക്കെ, സോ അതും കഴിഞ്ഞു. ലാസ്റ്റ് വൺ IRR. ഓക്കെ, സോ IRR കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? നമുക്കൊരു പോസിറ്റീവ് വാല്യൂ വേണം, പോസിറ്റീവ് NPV വേണം, നമുക്കൊരു നെഗറ്റീവ് NPV വേണം. ഓക്കെ, പക്ഷേ ഇവിടെ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10% എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 lakhിനടുത്ത് കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഇതിന് പറയുന്ന പേരാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓക്കെ, സോ 10% എടുത്തു. ഇനി നമുക്ക് ട്രയൽ നോക്കണം, നമുക്കൊരു നെഗറ്റീവ് വാല്യൂ വേണം. അപ്പം നമ്മൾ ഒരു അസ്യൂമിങ് നമ്മുടെ നെഗറ്റീവ് വാല്യൂ ടു ബി എത്രയാണ്? നമുക്ക് 20% കിട്ടുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ഓക്കെ, സോ Zero, 1, 2, 3, 4, 5. Okay, 2 lakh. നമ്മുടെ ക്യാഷ് ഫ്ലോസിനെ നമ്മൾ എടുത്ത് എഴുതുന്നു. എന്നിട്ട് ഡിസ്കൗണ്ടിങ് ഫാക്ടർ അറ്റ് ട്രയൽ നോക്കുമല്ലോ. അപ്പം ഞാൻ യൂഷ്വലി എക്സാമിനൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആദ്യമേ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10% ആണ് നമ്മൾ എടുത്തേക്കുന്നതെങ്കിൽ 11% നോക്കണം, 12% നോക്കണം. അപ്പോൾ അത്തരമൊക്കെ കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ 1 lakhിനടുത്തുള്ള വാല്യൂ ആണെങ്കിൽ നമ്മൾ കുറച്ച് അങ്ങോട്ട് നീക്കി കൊണ്ടുപോകണം. അതായത് 10 ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു 15 നോക്കണം, പിന്നെ ഒരു 20 നോക്കണം. ഇപ്പോൾ 1 lakh വലിയൊരു എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് 20 പിടിച്ച് നോക്കാം. 20%. 0.833, 0.694, 0.579, 0.482, 0.402. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചേ. lakh 74970 62460 .
46320 38560 24120. സോ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 46430 എന്നാണ് കിട്ടുന്നത് NPV. അപ്പോഴും പോസിറ്റീവ് തന്നെ കിട്ടുന്നത് 20%. അപ്പം നമുക്കൊന്ന് കുറച്ചുകൂടെ ഒന്ന് പോയി നോക്കാം. വേണമെങ്കിൽ നമുക്ക് 25 ഇട്ട് നോക്കാം, 30 ഇട്ട് നോക്കാം. ഓക്കെ, സോ ഞാനൊന്ന് 30 ഡയറക്റ്റ് 30 നോക്കാം നെഗറ്റീവ് കിട്ടുന്നുണ്ടോന്ന്. അയ്യോ, ഓക്കെ, ഇതിനെപ്പോഴും 1 ആണല്ലോ. -2 lakh. ബാക്കി എങ്ങനെ വരും? ഓ, NPV നമുക്കിവിടെ 3030 എന്ന് കിട്ടും. അതിൻ്റെ ലാസ്റ്റ് ആണ്. ഓക്കെ, സോ NPV 3030 ചെറിയ എമൗണ്ട് ആയി, പോസിറ്റീവ് ആണ് പക്ഷെ ചെറിയ എമൗണ്ട് ആയി. അപ്പോൾ 30% തൊട്ട് നമ്മൾ എന്താണ് സീറോയുടെ അടുത്ത് വന്നിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കൊന്ന് ഒരു 32% ഇട്ട് നോക്കാം നെഗറ്റീവ് വാല്യൂ കിട്ടുന്നുണ്ടോന്ന്. ഓക്കെ, അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പം 32% ഡിവൈഡ് ബൈ 1.58 0.554 0.435 0.32 0.250. ഓക്കെ, എപ്പോഴും -2 lakh തന്നെ വരും. കാര്യം എന്താണ്, നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ നമുക്ക് എപ്പോഴും എന്താണ് 1 തന്നെയാണ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ വരുന്നത്. ബാക്കി 90,000 ഇൻറ്റു 0.758.
51660 into 0.435. Then 40,000 into 0.329. 26320 and into 0.250. ഇതിൽ നമുക്ക് നെഗറ്റീവ് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് നോക്കാം. ഓക്കെ, ഏകദേശം നമുക്കൊരു 4000 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ടെക്സ്റ്റിൽ നിന്ന് ചെറിയ വേരിയേഷൻ വരും. കാര്യം ഞാൻ 3 ഡെസിമൽ ഇട്ടാണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. ടെക്സ്റ്റിൽ അവർ 4 ഡെസിമൽ ഇട്ടാണ് ചെയ്തേക്കുന്നത്. സോ ഡെസിമൽ പോയിന്റ്സ് കാരണമുള്ള ഡിഫറൻസുകൾ വരാം, വിച്ച് ഇസ് ടോട്ടലി അക്സെപ്റ്റബിൾ. ഓക്കെ, നിങ്ങൾ 3 ഡെസിമൽ ഇട്ട് നോർമലി ചെയ്താൽ മതി. 4 എടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, സോ ഇനി നമുക്ക് IRR കണ്ടുപിടിക്കാം. എങ്ങനെ IRR കണ്ടുപിടിക്കണം? സോ നമുക്ക് മനസ്സിലായി നമ്മുടെ IRR ഇരിക്കുന്നത് 30നും 32നും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ ഈ 30 നമ്മുടെ ലോവർ റേറ്റ്, 32 നമ്മുടെ ഹയർ റേറ്റ്. അത് നമുക്ക് ഫിക്സ്ഡ് ആണ്. നമുക്കിനി IRR കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ IRR കണ്ടുപിടിക്കും? IRRൻ്റെ ഫോർമുല ഉണ്ട്. IRR ഈക്വൽസ് ലോവർ റേറ്റ് പ്ലസ് NPV at lower rate divided by NPV at lower rate minus NPV at higher rate into higher rate minus lower rate. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പം നമുക്കിത് ജസ്റ്റ് എടുത്ത് അപ്ലൈ ചെയ്താൽ മതിയല്ലോ. ലോവർ റേറ്റ് നമ്മൾ എത്ര എടുത്തേക്കുന്നത്? 30 ആണ് നമുക്ക് ലോവർ റേറ്റ്. അപ്പോൾ NPV at ലോവർ റേറ്റോ 3030 ഡിവൈഡഡ് ബൈ NPV at ലോവർ റേറ്റ് മൈനസ് NPV at ഹയർ റേറ്റ്. NPV at ലോവർ റേറ്റ് എത്രയാ? 3030 മൈനസ് NPV at ഹയർ റേറ്റ് എത്രയാ? മൈനസ് 4000 ഇൻറ്റു ഹയർ റേറ്റ് മൈനസ് ലോവർ റേറ്റ്. ഹയർ റേറ്റ് 32, ലോവർ റേറ്റ് 30. ഇതിനെ സോൾവ് ചെയ്തേ. $30 പ്ലസ് 3030 ഡിവൈഡഡ് ബൈ ഈ മൈനസും പ്ലസ് ആവും. അപ്പോൾ എന്താണ്? 7030 കൂട്ടുമ്പോൾ into 2 which is equal to 30 plus 0.86. okay, equal to 30.86%. അതിലായിരിക്കും നമ്മുടെ IRR ഇരിക്കുന്നത്. ഇതാ നോക്ക്, 30.86%. സോ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൊണ്ട് നമ്മൾ മുഴുവൻ കോൺസെപ്റ്റ്സ് നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കോൺസെപ്റ്റ് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. പേ ബാക്ക് പീരീഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അത് പറഞ്ഞപ്പോഴാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടല്ലോ നമുക്ക്. ആ സാധനത്തിൻ്റെ ഇതിനകത്ത് നമുക്ക് ചെയ്യാനില്ലായിരുന്നു. അതെങ്ങനെയാണ് ചെയ്യുന്നത്? അതും നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. മോഡേൺ മെത്തേഡ് വരുമ്പോൾ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എങ്ങനെയാണ് ചെയ്യുന്നത്? ദേണ്ട ഈ ക്യാഷ് ഫ്ലോയിൻ്റെ കൂടെ നമ്മൾ എന്തോ ചെയ്യും? ഡിസ്കൗണ്ടിങ് ഫാക്ടറൂടെ ഇത് ചെയ്യുമല്ലോ. അതായത് നമ്മളിതാ ദേണ്ട ഈ DCFAT. ഓക്കെ, ഈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് എടുത്തിട്ട് ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് എടുക്കണം. എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യണം? അതിൻ്റെ ഫോർമുലയിലിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചെയ്തു പോയാൽ മതി. ഓക്കെ, സോ നമ്മുടെ നോർമൽ പേ ബാക്ക് പീരീഡിൻ്റെ ഫോർമുലയിൽ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് നോർമൽ ക്യാഷ് ഫ്ലോ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോസ് യൂസ് ചെയ്യും. അതാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
സോ ഓൾമോസ്റ്റ് നമ്മുടെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന എല്ലാ കോൺസെപ്റ്റ്സും ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ നമ്മൾ കോൺസെപ്ച്വലി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വലിയ വലിയ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യണം. ഓക്കെ മക്കളെ, സോ ലൈക്ക് വൈസ് നമുക്കിതുപോലെ എന്താണ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്കിതുപോലെ പെട്ടെന്ന് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്കിപ്പോൾ എക്സാമിൻ്റെ തലേന്ന് പഠിക്കാനാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, ഇത് ഇത്രയും പഠിച്ചാൽ ഇത്രയും ഒന്ന് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് റിഫ്രഷ് ആകും. ബാക്കി നിങ്ങൾക്ക് ഈസി അല്ലേ, ബാക്കി നിങ്ങൾ പ്രോബ്ലം നോക്കിയാൽ പോരെ, ഒന്നേന്ന് തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് വരാം. ഓൾ ദ ബെസ്റ്റ്, ബൈ.